ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. രാമസീതാതത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനേവരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു. താമരസാക്ഷനാം ആദിനാരായണൻ. ലക്ഷ്മണനായതനന്ദൻ ജനകജാ ലക്ഷ്മി ഭഗവതി. ലോകമായ പര മായ ഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരാനാദ്യനജൻ പരമാത്മാവു സദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി ഇന്ദ്രജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസത്വമനു ഭക്തപ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോ നിധിമതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതി രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഘാതമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപൂതൻ വക്ഷപ്രദേശം പ്രാപടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ
പുത്രലാഭാർത്ഥമതിഥിയും ഭക്ത്യാ പൂണ്ടർത്തിച്ചു സോദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായോരു മഹാബലിയോട് ചെന്നർത്തിച്ചു 3 അടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രനും ഇവൻ ധാത്രീസുരദോഷികളായി ജനിച്ചൊരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നീടിനാൻ രാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിമനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കൈകേയിയല്ലാരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജാം സൃഷ്ടി സ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ട് തിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചെന്നാനവൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു നക്തഞ്ചരന്യായ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവനെന്നു വിഷാദം കളവിൻ എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കില്ലത അല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഹൂത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനനാനന്ദ പൂർണ്ണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ ഭക്തിരഥാഭിഷ്ട സിദ്ധാർത്ഥമായി വന്നു ഭക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മാനുഷനായ ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരിൻ നദിയിൽ മുഴുകിനാരേവരും രാമസീതാരഹസ്യം മുഹരിദൃശം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയം ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം
പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമുപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാഘവൻ താതകേകം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേകിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കേകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാൾ അമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനനുജ്ഞയാൽ വൽക്കലം ലക്ഷ്മണൻ താനും എടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ഞയ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ. എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാം മംഗളദേവതാ വല്ലവൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭർഷിച്ചു കൈകേകി തന്നോടു താപേന ചൊല്ലിനാൻ. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവർത്തമാനസേ കഷ്ടമോർത്താളും കഠോരശീലേഖലേ. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതെന്തൊരു കാരണം. ഭക്തപതിവൃതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരാർത്ഥം പതി മാനസം രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യ ചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവനേത്ര പ്രയാണേയ സത്വരം ഇത്തമുക്ത രാമവക്ത്രാംബുജം പാർത്തു. പുത്രാഹാരാമാം സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗാം ഹാ മമ പ്രാണസമാന മനോഹരേ
ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ, വിരവിൽ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരയാം. ഇന്ദിരാവല്ലഭനാകിയ രാമനും മനസ്സേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. പൂപനും നിൽക്കുന്നു ചൊന്നാൻ. രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തതും നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലെ. സ്ത്രീ ബാലവൃന്ദാവതിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭോ രാമ ദയാനിധേ. ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ട. മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗ്രഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു പൃഥ്വിജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിലാക്കിനാരന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണതു പിന്നെയും ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഹിന്നയായി മേവുന്ന കൗസല്യതനോടും പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പു ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ ബുക്കു. ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കെന്നേവരും മാനസത്തെങ്കുളറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാൽ അയക്കയില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലിപ്പോൾ. ഇനി ഉണരും മുമ്പേ പോകാം നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചതു നേരം. രാഘവന്മാരും ജനകതനുജയും തേരിലേറിയിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങളും. അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റം തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൽ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപൂക്കുമേവിനാർ.
സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും. മംഗലാദേവതാവല്ലവൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരവിദുരരെ മരുവിടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശിബാമൂലേ സുഖേന വാണിടിനാർ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. രാമനാഗമനാമകോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഗന്ധതാം. സ്വാമിയായി ഇഷ്ടവയസ്സിനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ. പക്വമനസ്സോട് ഭക്തൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷഭ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നടുത്തെഴുന്നേൽപ്പിച്ചു വശസി തുഷ്ട്യാ ദൃഢമനശേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമരുൾ ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദജന്മവും ഭാവനം. നൈഷാദമായുള്ള രാജമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാപാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും മുഖനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സൗഖ്യം അതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു അനേ വനവാസം കാലം കഴിവോളം. രാജ്യം മൈമതൽ ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരോ ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപസ്ഥലെ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രസാദമൂർത്തിനി പര്യങ്കേതാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണോട് പറഞ്ഞു തുടങ്ങിനാൻ. ഹരേ
പുഷ്കരനേത്രനെ കണ്ടില്ലയോ സഹേ പർണതലേ ഭുവീതാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യംഗസീമിനി വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നതു കൈകേയി മന്ദര ചിത്തമാസ്തയാ കൈകേയിതൻ ഹന്തമഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാ ഗുഹോക്തികളിത്തമാകന്ത സൗമിത്രിയും സത്തരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണു മധ്വജനം രാമ ഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖസ്യ ഗോ ഹേതുർജഗത്രയേ കസ്യ ദുഃഖസ്യ വാഗോപിഹേതു സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനോരോ ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാദാ ജഗതി മറ്റേകൻ മമ ദുഃഖദാദാ വിധിവൃത തോന്നുന്നിതാ ജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ ഞാനതിനിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ ലോകം നിജകർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ മിത്രാര്യദാസീന ബാന്ധവ ദോഷമധ്യസ്ഥ സുഹൃജനഭേദബുദ്ധിപ്രമം ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖം സുഖം നിജകർമ്മവശാഗതം ഒക്കെ എന്നുൾക്കാമ്പ് കൊണ്ടു നിനച്ചതിൽ യദ്യാദ്യാതഗതം തത്ര കാലാന്തരേ തത്തുൽ ഭുജിച്ചതീ സ്വസ്ഥനായി വാഴേണം ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദ പ്രകർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഹേ സൗഖ്യ ദുഃഖങ്ങൾ സഹജന്മായവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖമധ്യസ്ഥമായും വരും രണ്ടും അന്യോന്യം സംയുക്തമായേവനുണ്ട് ജലഭംഗമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്യുജ്ജനം ഹൃദയ ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുവന്നു ബുധുജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭവാഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിതു ഹരേ രാമ
രാമ രാമ രാമ ഹരേ ഹരേ. സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ. സാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രിണാം ജനകൽപജയാസമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭാം. ശൃംഗവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലാദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർക്കത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതു തോണിയും. മംഗലാപാംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഗംഗേ ഭഗവതി ദേവി നമസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി കൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൽ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാരാകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവാതിനടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലെങ്കിൽ ഏണാംഗവിംബാനനെ ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപനത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ. സഞ്ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്തു ചിത്തമോദേന ഗാഠശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്നയച്ചു രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദം മന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരിവിനാരേ രാമ ഹരേ. വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത സുഖേന വസിച്ചതു. പാദപമൂലേ ദലാഢ്യ തൽപസ്ഥലെ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവ അർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു. ഭരദ്വാജനായ തപോധനൻ ചെന്നാശ്രമപദത്തിനോട് അടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നൊരു നേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനുണ്ടുതൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്ന ദുടജാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട് ബ്രഹ്മചാരി ചെന്ന് ഭോഗസന്തോഷമോട് ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വജാനിത്വം സമുദ്ധായേ ഹസ്തേ സമാധായ സർഗ്യവാദ്യാദിയും ഗദ്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജിത്വാ സകലക്ഷണം
ദൃഷ്ടാരമാവരം രാമം ദയാവരം തുഷ്ട്യ പരമാനന്ദവാബ്ദോ മുഴുകിനാൻ ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്യതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമീ എന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മകാമമ വർണ്ണശാലാമിമം ഇത്തമുക്തോടജനമായ സീതയാം സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജതബോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോടു സംഘമുണ്ടാക കാരണം ഇന്നു വന്നിതു തപസാഫല്യമൊക്കവേ ജ്ഞാതം മയാ തവാദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതുമായയാ ഭൂതലേ ബ്രഹ്മണ പണ്ടു സംഭ്രാർത്തനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസ അവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനെന്നിതിൽ എന്നടോ ജ്ഞാനദൃഷ്ട്യാതവ ധ്യാനികജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യ കൃതാർത്ഥനായേനഹം. ശ്രീപതിരാഘവൻ വന്നിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ. ഇത്തം അന്യോന്യം മാം ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി. രാമ ഹരേ.